So problem 4.3, draw the projection of a cone of base 35 millimeter diameter and height 50 millimeter which is resting on the ground in such a way that its generator is inclined at 35 degree to HP and parallel to VP. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ കോൺ. സോ നമ്മളുടെ സോളിഡ് കോണാണ്, അതിൻ്റെ ബേസിൻ്റെ ഇത് പറയുന്നുണ്ട്. സോ നമ്മളുടെ സോളിഡ് കോണാണ്. ദിസ് ഈസ് എ കോൺ. പിന്നെന്താണ് പറയുന്നത്, അതിൻ്റെ ബേസ് ഡയമീറ്റർ. സോ ആ അകത്തെ ആ ഡയമീറ്റർ അല്ലെങ്കിൽ ബേസ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 35 millimeter ആണ്. ആൻഡ് ഈ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 millimeter ആണ്, വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട്. സോ അത് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ട് മീൻസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. In such a way that its generator is inclined at an angle 35 degree with the horizontal plane and parallel to VP. Question എന്ന് പറയുന്നത് കോൺ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. കോൺ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? റെസ്റ്റിംഗ് ഓൺ എച്ച് പി on one of its generator is inclined at an angle 35 degree to HP. ഈ കോണിൻ്റെ ഒരു ജനറേറ്റർ എച്ച് പി ആയിട്ട് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. സോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പിരമിഡിനകത്തെ ബാക്കി പിരമിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള പിരമിഡ്സിൻ്റെ ലാറ്ററൽ എഡ്ജസിന് ഇതുപോലുള്ള പിരമിഡ്സിൻ്റെ ഈ എഡ്ജസിനെയൊക്കെ ലാറ്ററൽ എഡ്ജസ് എന്നാണ് പറയുക അല്ലേ. പക്ഷേ കോണിൻ്റെ കേസിൽ ലാറ്ററൽ എഡ്ജസ് എന്ന് പറയത്തില്ല, അതിനെ ജനറേറ്റർ എന്നായിരിക്കും പറയുക. കോണിൻ്റെ കേസിൽ ലാറ്ററൽ എഡ്ജസ് എന്ന് പറയത്തില്ല, അതിനെ ജനറേറ്റർ എന്നായിരിക്കും പറയുക. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ജനറേറ്ററാണ്, ഈ കാണുന്ന ലൈൻ ഒരു ജനറേറ്ററാണെന്ന് അസ്യൂം ചെയ്യുക. സോ ഈ ജനറേറ്റർ എച്ച് പി ആയിട്ട് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാനാണ് ക്വസ്റ്റ്യനകത്ത് പറയുന്നത്. സോ അതായത് ഇതുണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം കോൺ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ കോൺ ചെരിഞ്ഞ് നിൽക്കണം. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോളിഡ് എച്ച് പിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം സോളിഡിനെ നേരെ വെക്കുക, അതായത് സിമ്പിൾ പൊസിഷനിൽ വെക്കുക. സിമ്പിൾ പൊസിഷനിൽ എച്ച് പിയിൽ വെക്കുക. ക്വസ്റ്റിനകത്ത് സോളിഡ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എച്ച് പിയിലാണ് സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോളിഡിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സിമ്പിൾ പൊസിഷനിൽ വയ്ക്കുക. സിമ്പിൾ പൊസിഷൻ 3 രീതിയിലുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, രണ്ടാമത്തെ സിമ്പിൾ പൊസിഷൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി, മൂന്നാമത്തെ സിമ്പിൾ പൊസിഷൻ ആക്സിസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇങ്ങനെയാണ് 3 സിമ്പിൾ പൊസിഷൻ. സോ ഈ കേസിൽ സോളിഡ് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ എച്ച് പിയിൽ നമ്മൾ സിമ്പിൾ പൊസിഷനിൽ വെച്ചു സോളിഡ് ആദ്യം. അതിനുശേഷം സിമ്പിൾ പൊസിഷനിലുള്ള ഫിഗേഴ്സ് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക. സോളിഡിനെ ആദ്യം സിമ്പിൾ പൊസിഷനിൽ വെച്ചു. അതിനുശേഷം ടോപ്പിൽ നിന്ന് നോക്കിയാൽ എന്താണ്? ഒരു സർക്കിളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എന്താണ് കാണാൻ പറ്റുക? നിങ്ങൾക്കൊരു ട്രയാങ്കിളാണ് കാണാൻ പറ്റുക. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിളാണ് കാണാൻ പറ്റുക. സോ ആദ്യം ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ചു. അതിനുശേഷം ആൻസറിലേക്ക് വരാം. ആൻസർ എന്താണ്? ഒരു ജനറേറ്റർ 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതെന്ന്, അതായത് ഈ സോളിഡിനെ ചെരിച്ച് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെരിഞ്ഞുള്ള ഫിഗറാണ് കറക്റ്റ് നമ്മളുടെ ആൻസർ. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ചെരിഞ്ഞുള്ള ഫിഗർ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആദ്യം സിമ്പിൾ പൊസിഷനിൽ സോളിഡ് വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നു. സോളിഡ് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുക, അതിനുശേഷം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതിനുശേഷം അതിനെ ടിൽറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഫൈനൽ ഫിഗറിലേക്ക് വരിക, അല്ലെങ്കിൽ ഫൈനൽ ആൻസറിലേക്ക് വരിക. അതിൻ്റെ സൊല്യൂഷൻ നമുക്കിപ്പോൾ വരയ്ക്കാം, ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരയ്ക്കുക, നെയിം ചെയ്യുക എക്സ് വൈ. അതിനുശേഷം കോണാണ് വരയ്ക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് പറയുന്നത് കോൺ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. സോ
എച്ച് പിയിലുള്ള വ്യൂ നമുക്ക് ആദ്യം വരയ്ക്കണം. എച്ച് പിയിലുള്ള വ്യൂ ഏതാണ്? ടോപ്പ് വ്യൂ ആണ് നമുക്ക് എച്ച് പിയിൽ കിട്ടുന്നത്. സോ എച്ച് പിയിലുള്ള ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കുക. അതിന് മുമ്പ് ആ കോണിൻ്റെ ബേസ് ഡയമീറ്റർ 35 എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊരു 35 മാറ്റി ഒരു 40 ആക്കാം. സോ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. സോ 40 ഡയമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആക്കി ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ സർക്കിൾ എക്സ് വൈയിൽ നിന്ന് താഴോട്ട് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം. ക്വസ്റ്റിനകത്ത് പറയുന്നില്ല വി പിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് കിടക്കുന്നതെന്ന് പറയുന്നില്ല. സോ കുഴപ്പമില്ല, എക്സ് വൈയിൽ നിന്ന് എത്രയെങ്കിലും ഡിസ്റ്റൻസ് മാറി വരയ്ക്കുക. അതിനുശേഷം ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക. ജനറേറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക. എട്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. 8 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊട്രാക്ട് എടുക്കുക. 45 വീതം ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുക. സോ നമ്മൾ ആ കോണിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. കോണിനെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ രീതിയിലാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഈ ലൈൻസ് എന്ന് പറയുന്നത് ജനറേറ്റേഴ്സ് ആണ്, അത് ഇമാജിനറി ആണ്. നമ്മൾ നെയിം ചെയ്യുക. എപ്പോഴും അപ്പെക്സിനെ നമ്മൾ ഒ എന്നാണ് നെയിം ചെയ്യുക, അപ്പെക്സ് ഒ. ബാക്കി പോയിൻറ്റ്സിനെ എല്ലാം നമ്മൾ നെയിം ചെയ്യുക. സ്മോൾ ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. സോ നമ്മൾ ആ കോണിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. ഇനിയും ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ ആ കോണിൻ്റെ ഹൈറ്റ് നമുക്കറിയണം. ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് 50 മില്ലിമീറ്റർ ആണ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. സോ കോണിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുക, ടോപ്പ് വ്യൂവിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുക, ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഈ പ്രൊജക്ഷൻ ലൈൻസ് ഒന്നും നമുക്ക് കാണേണ്ട തന്നെ ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ടോപ്പ് വ്യൂവിൽ നിന്ന് എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, സോ അതിനുശേഷം സോളിഡിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ കോണിൻ്റെ ഹൈറ്റ് 50 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ 50 മില്ലിമീറ്റർ ഹൈറ്റിൽ അപ്പെക്സ് ആദ്യം വരയ്ക്കുക. സോ അപ്പെക്സിനെ O' എന്ന് നെയിം ചെയ്യുക. അതിനുശേഷം ആ കോണിനെ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ജനറേറ്റേഴ്സിനെയും കൂടെ ഇവിടെ കാണിക്കാം. അതിനുവേണ്ടി ഇതിനെയും കൂടെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ലൈറ്റായിട്ട് ഈ ജനറേറ്റേഴ്സിനെയും ഇങ്ങോട്ട് കാണിക്കുക. അതിനുശേഷം അതുകൂടി വരയ്ക്കുക. അത് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ അല്പം വളഞ്ഞു പോയി, നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് നെയിം ചെയ്യുക. ഈ എ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത ഈ പോയിന്റ് നമ്മളുടെ A', ഈ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത ഈ പോയിന്റ് E'. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ജനറേറ്ററിനെയും കൂടെ കാണിക്കുന്ന ഒരു പോയിന്റാണ് ഇത്. സോ ഒബ്സർവ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക എന്നതിൻ്റെ മീനിങ് ഒബ്സർവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു എന്നാണ്. സോ ഒബ്സർവർ നോക്കുമ്പോൾ ആദ്യമായിട്ട് B എന്ന് പറയുന്ന ബേസ് എഡ്ജ് കാണാം, അല്ലെങ്കിൽ ആ ജനറേറ്ററിൻ്റെ ബോട്ടം പോയിന്റ് കാണാം. സോ B',
ബ്രാക്കറ്റിൽ ഈ എച്ച് ഡാഷ് കാണാം. സോ ബി ഡാഷ് ബ്രാക്കറ്റിൽ എച്ച് ഡാഷ്. അതുപോലെ ഈ ഒരു ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരയ്ക്കുമ്പോൾ ഇനി നമുക്ക് വരയ്ക്കേണ്ടത് സിയും ജിയും ആണ്. ഇവിടുന്ന് ഒബ്സർവർ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ആദ്യം സി ഡാഷ് കാണാം, അത് കഴിഞ്ഞിട്ടാണ് ജി ഡാഷ് കാണുന്നത്. ഇവിടെ ആണെങ്കിലോ ആദ്യം ഡി ഡാഷ് കാണാം, അത് കഴിഞ്ഞിട്ടാണ് എഫ് ഡാഷ് കാണുന്നത്. സോ നമുക്ക് സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കഴിഞ്ഞു. സോ നമ്മളുടെ പകുതി നമ്മളുടെ ടാസ്ക് കഴിഞ്ഞു. ഇനിയും വേണ്ടതാണ് നമ്മളുടെ ഫൈനൽ ആൻസറിലേക്ക് പോവുകയാണ്. ക്വസ്റ്റിനകത്ത് പറയുന്നത് സോളിഡിൻ്റെ ജനറേറ്റർ 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഒ ഇ എന്ന് പറയുന്ന ജനറേറ്ററാണ് എച്ച് പി ആയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയിട്ട് 35 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് ഈ ഒരു കോണിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ജനറേറ്റർ ഏതാണോ, റൈറ്റ് സൈഡിൽ വരുന്ന ജനറേറ്റർ ഏതാണോ അതാണ് ഇൻക്ലൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അത് എത്ര ഡിഗ്രിയാണ് ഇൻക്ലൈൻ ചെയ്യുന്നത്? 35 ഡിഗ്രിയാണ് ഇൻക്ലൈൻ ചെയ്യേണ്ടത്. സോ നമ്മൾ എക്സ് വൈ ലൈനിൽ ഒരു പോയിന്റ് എടുത്തു. അതിനുശേഷം പ്രൊട്രാക്ടർ വെച്ച് 35 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ വെച്ച് 35 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റ് ഇ ഡാഷ് എന്ന് നെയിം ചെയ്യുക. ഇ ഡാഷ്, അതായത് ഈ ഇ ഡാഷ് തന്നെയാണ് ഇവിടെയും. ഈ ഇങ്ങനെ ഇരിക്കുന്ന സോളിഡിനെ ഞാൻ ചെരിച്ച് വയ്ക്കാൻ പോവുകയാണ്. കാരണം ഒ ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന ജനറേറ്റർ 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. സോ ഈ ഇരിക്കുന്ന ജനറേറ്റർ, അതായത് ഒ ഡാഷ് ഇ ഡാഷ് എന്നുള്ള ജനറേറ്ററിനെയാണ് ഞാൻ ആദ്യം വരയ്ക്കേണ്ടത്. സോ ഇ ഡാഷ് വരച്ചു. ഇ ഡാഷ് തൊട്ട് ഒ ഡാഷ് വരെയുള്ള ആ ഡിസ്റ്റൻസ് നമുക്കറിയണം. സോ അതിനു മുമ്പ് ഈ ലെങ്ത് ആദ്യം മെഷർ ചെയ്യുക. 55 മില്ലിമീറ്റർ ആണ് ലെങ്ത്, ജനറേറ്ററിൻ്റെ ലെങ്ത്. സോ 55 മില്ലിമീറ്ററിൽ വരച്ച് നമുക്ക് അപ്പെക്സ് കിട്ടി ഒ ഡാഷ്. അതിനുശേഷം നമുക്കിനിയും എ ഡാഷ് വരയ്ക്കുക. എ ഡാഷ് വരയ്ക്കാൻ വേണ്ടി എളുപ്പമായിട്ടൊരു മാർഗമുണ്ട്. ഈ ഇ ഡാഷിൽ നിന്നും എ ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആദ്യം കോമ്പസിൽ എടുക്കുക. അതിനുശേഷം ഇ ഡാഷിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ ഒ ഡാഷ് മുതൽ എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. അതേ ഒ ഡാഷിൽ കുത്തി ഒരാർക്ക് വരയ്ക്കുക. ഈ ആർക്ക് ഇതിൽ ടച്ച് ചെയ്യണം. സോ ഈ ടച്ച് ചെയ്ത പോയിന്റ് ഏതാണോ അതാണ് നമ്മളുടെ എ ഡാഷ്. സംഭവമൊന്നുമില്ല, ഈ ഒരു സോളിഡിനെ ചെരിച്ച് വയ്ക്കണം, അത്രയേ ഉള്ളൂ. ചെരിച്ച് വയ്ക്കുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? ഈ ഒരു എൻഡ് അല്ലെങ്കിൽ ഈ ഒരു ജനറേറ്റർ ഒ ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന ജനറേറ്റർ 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കണം. ഇതങ്ങ് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഡി ഡാഷ് എഫ് ഡാഷ് വേണം, സി ഡാഷ് ജി ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു എൻഡിൽ മാർക്ക് ചെയ്യുക. എടാ ഈ സോളിഡ് ഇവിടെ എങ്ങനെ ഇരുന്നോ അതിനെ ഞാൻ ചെരിച്ച് ഇങ്ങോട്ട് വെച്ചു എന്നേ ഉള്ളൂ. അതാണ് ക്വസ്റ്റ്യനിൽ, ഈ ഫിഗറാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ ഇവിടം തൊട്ട് ഡി ഡാഷ് എഫ് ഡാഷിൻ്റെ ഡിസ്റ്റൻസ് എടുത്തു, മാർക്ക് ചെയ്തു. ഇ ഡാഷ് തൊട്ട് സി ഡാഷ് ജി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ സി ഡാഷ് ജി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, അതിവിടെ മാർക്ക് ചെയ്തു. ഇ ഡാഷ് മുതൽ ബി ഡാഷ് എച്ച് ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, ആ ഡിസ്റ്റൻസും മാർക്ക് ചെയ്തു. സോ ഡിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നെയിം ചെയ്താൽ മതി. ഈ പോയിൻ്റാണ് നമ്മളുടെ ഇതിനകത്ത് ഡി ഡാഷ് ബ്രാക്കറ്റിൽ എഫ് ഡാഷ്, ഈ ഇതെന്ന് പറയുന്നത് സി ഡാഷ് ബ്രാക്കറ്റിൽ ജി ഡാഷ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബി ഡാഷ് ബ്രാക്കറ്റിൽ എച്ച് ഡാഷ്. ഈ ലൈൻസിനെ എല്ലാം ജോയിൻ ചെയ്യുക.
കണ്ടോ? നേരെ നിരുന്ന ആ സോളിഡ് 35 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ഈ ഒറ്റ ഫിഗറും ഈ ഒരു ഫിഗറും ഇതിൻ്റെ ടോപ്പ് വ്യൂവും മാത്രം മതിയായിരുന്നു നമുക്ക്. പക്ഷേ ഒറ്റ ഒരു സ്ട്രെച്ചിന് ഇത് രണ്ടും വരയ്ക്കാൻ നമുക്ക് പറ്റില്ല. അതിന് പകരം അങ്ങനെ നമുക്ക് വരയ്ക്കാനുള്ള ഡയമെൻഷൻസ് നമുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ടോപ്പ് വ്യൂ വരച്ചു, അതിനുശേഷം ഫ്രണ്ട് വ്യൂ വരച്ചു. ഈ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് ചെരിച്ചു. ഇനി ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കും. ഡ്രോ ദി പ്രൊജക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കൂടെ വരച്ചാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂവിലേക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ പോയിന്റ്സിനെയും, അപ്പെക്സ് ഉൾപ്പെടെയുള്ള എല്ലാ പോയിന്റ്സിനെയും താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്ഷൻ ലൈൻസ് ലൈറ്റ് ആയിരിക്കുക. എല്ലാ പോയിന്റ്സിനെയും കണ്ടോ? എല്ലാ പോയിന്റ്സിനെയും ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിനെയും റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ജിയെ പ്രൊജക്റ്റ് ചെയ്തു. ലൈറ്റ് ആയിട്ട് എച്ച് ആൻഡ് എഫിനെ പ്രൊജക്റ്റ് ചെയ്തു. എ ഇ ഒ എന്ന് പറയുന്ന എ ഇ ഒ എല്ലാത്തിനെയും പ്രൊജക്റ്റ് ചെയ്തു. ബി ആൻഡ് ഡിയെ പ്രൊജക്റ്റ് ചെയ്തു. സിയെയും പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമ്മളുടെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ സെയിം ആയിട്ടുള്ള പ്രൊജക്ഷൻ ലൈൻസിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നോക്കിക്കേ, ഈ ഓ ഡാഷിൽ നിന്ന് വരുന്ന ലൈനും പ്രൊജക്ഷൻ ലൈനും ഇവിടുത്തെ ഓയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് നമ്മളുടെ പുതിയ ഓ. ഓക്കെ, അതുപോലെ ഈ ഡാഷിൽ നിന്ന് വരുന്ന ലൈനും നമ്മളുടെ ഇവിടുത്തെ ഇയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് പുതിയ ഇ. അതിനുശേഷം ഈ ഡി ഡാഷിൽ നിന്ന് വരുന്ന ലൈനും ഇവിടുത്തെ ഡിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അടുത്ത ഡി. സോ അങ്ങനെ എല്ലാ പോയിന്റ്സിൽ നിന്നും പരസ്പരം കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്സിനെ നെയിം ചെയ്യുക. ഓ ഡാഷും ഇവിടുത്തെ ഓയും, ഇ ഡാഷും ഇവിടുത്തെ ഇയും, എഫ് ഡാഷ് ഇവിടുത്തെ എഫ്, ഡി ഡാഷ് ഇവിടുത്തെ ഡി. അങ്ങനെ എല്ലാ പോയിന്റ്സിനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നെയിം ചെയ്യുക. എഫിൻ്റെ ലൈൻ, എഫ് ഡാഷിൻ്റെ ലൈൻ ഇതാണ്. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഇതാണ്. സോ ദിസ് ഈസ് പുതിയ എഫ്, ഇത് പുതിയ എഫ്. ഇനി വേണ്ട സിയും ജിയും ആണ്. സിയും ജിയുടെയും സി ഡാഷിൻ്റെയും ജി ഡാഷിൻ്റെ ലൈൻ ഇതാണ്. ജി ഇതുണ്ട്, ഈ ജി വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സോ ഇതാണ് നമ്മളുടെ പുതിയ ജി, പുതിയ സി. ഇനി ബി ആൻഡ് എച്ച്, ബി ഡാഷിൽ നിന്ന് എച്ച് ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ ഇതാണ്. ഇവിടുത്തെ എച്ചിൽ നിന്ന് വരുന്ന ലൈൻ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് പുതിയ എച്ച്. ഇതാണ് പുതിയ ബി. ഇനിയുള്ളത് എ ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ ഇങ്ങോട്ടുണ്ട്. ഇവിടുത്തെ എയിൽ നിന്ന് വരുന്ന ലൈൻ ഇത്. സോ നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടി. ഓക്കെ, എല്ലാ പോയിന്റ്സും കിട്ടി. ഇനി ഇതിനെ അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, വിസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് വിസിബിലിറ്റി പ്രിൻസിപ്പിൾസ്? പ്രധാനമായിട്ടും 3 എണ്ണമാണ് വിസിബിലിറ്റി പ്രിൻസിപ്പിളിനകത്തുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, സോളിഡിൻ്റെ സറൗണ്ടിങ് എഡ്ജസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും. സറൗണ്ടിങ് എഡ്ജസ് നോക്കിക്കേ, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണം. കോൺ ആയതുകൊണ്ട് ഇതെല്ലാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. സറൗണ്ടിങ് എഡ്ജസ് വിസിബിളായിട്ട് നമ്മൾ വരച്ചു.
അടുത്ത നമ്മളുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും താഴോട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഒബ്സർവർ മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കുന്നത് എന്നാണ്. സോ ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള പോയിൻ്റ് എ ഡാഷ്, ആ പോയിൻറ്റും അതിൽ നിന്നുള്ള എഡ്ജസും എല്ലാം വിസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ കോണിൻ്റെ കേസിൽ വേറെ വിസിബിലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആവശ്യമില്ല. ഈ ഔട്ടർ എഡ്ജസ് എല്ലാം വിസിബിൾ ആണെങ്കിൽ ഈ ഇന്നർ എഡ്ജസ് എല്ലാം ഇൻവിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. സോ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള കോർണറും അതിൽ നിന്നുള്ള എഡ്ജസും എല്ലാം വിസിബിൾ ആയിരിക്കും. സോ എയിൽ നിന്നുള്ള എഡ്ജ് എന്ന് പറയുന്നത് AH AB വിസിബിൾ ആണ്. ഒബ്സർവറിൻ്റെ ഏറ്റവും അകലെയുള്ള പോയിൻറ്റും അതിൽ നിന്നുള്ള എഡ്ജസും ഇൻവിസിബിൾ ആണ് എന്നാണ് മൂന്നാമത്തെ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ. ഒബ്സർവറിൻ്റെ ഏറ്റവും അകലെയുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ആണ്. ഇയിൽ നിന്നുള്ള എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്ക് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. EF ആൻഡ് ED നോക്കിക്കേ, EF ആൻഡ് ED അത് ഇൻവിസിബിൾ ആയിരിക്കും. EF ആൻഡ് ED ഇൻവിസിബിൾ ലൈൻസ് എല്ലാം നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചാണ് കാണിക്കുക. സോ അത് ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചു. എയിൽ നിന്നുള്ള എഡ്ജസ് വിസിബിൾ ആക്കി കാണിച്ചു. എച്ച് വിസിബിൾ, എച്ചിൽ നിന്നുള്ള എഡ്ജ് വിസിബിൾ ആണ്. ബിയിൽ നിന്നുള്ള എഡ്ജസ് വിസിബിൾ ആണ്. ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്നുള്ള ലൈൻസ് എല്ലാം ഇൻവിസിബിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഇത്രയാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഈ ആൻസറിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ ഒരു ഫിഗർ വരച്ചത്. ഈ ഫിഗർ, ഇത് ഫസ്റ്റ് ഫിഗർ. ഈ ഫിഗറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഫിഗറിലേക്ക് പോയി, ആ ഫിഗറിൽ നിന്ന് നമ്മൾ തേർഡ് ഫിഗറിലേക്ക് പോയി, അതിൽ നിന്ന് നമ്മൾ ഫോർത്തിലേക്ക് വന്നു. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയമെൻഷൻസ് ഒക്കെ കാണിക്കണം. ഈ കോണിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 40 മില്ലിമീറ്റർ ആണ്. സോ നമ്മൾ ഡയമെൻഷൻ ലൈൻസ് വച്ചതിന് ശേഷം 40 മില്ലിമീറ്റർ വ്യക്തമായിട്ട് കാണിക്കണം. ഡയമെൻഷൻസ് ലൈനൊക്കെ ലൈറ്റായിട്ട് വേണം. സോ നമ്മൾ ഇതൊക്കെ ഇട്ട് 40 മില്ലിമീറ്റർ, ഇത് 40 മില്ലിമീറ്റർ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. ആ ഹൈറ്റ് എത്രയാണ്? 50 മില്ലിമീറ്റർ ആണ്. സോ ഹൈറ്റ് 50 എന്ന് കാണിക്കുക. ഹൈറ്റ് 50, ഡയമെൻഷൻസ് എല്ലാം കാണിക്കുക. ഇത്രയും വരച്ചാൽ നിങ്ങൾക്ക് 20 മാർക്കായി. താങ്ക് യു.